നമസ്കാരം. ഒരൊറ്റ ഭൂമിയും ഒരു മനുഷ്യകുലവും ഉള്ളെങ്കിൽ കൂടി സാംസ്കാരികപരമായും ഭാഷാപരവുമായുമൊക്കെ ഏറെ വ്യത്യസ്തരാണ് നാം. ഓരോ ഭാഗത്തുമുള്ള മനുഷ്യർ ഓരോ രീതിയിലാണ് പെരുമാറുന്നതും ജീവിക്കുന്നതുമൊക്കെ. നാം ഒന്ന് കണ്ണോടിച്ചാൽ ഏറെ അമ്പരപ്പിക്കുന്ന രീതിയിൽ ജീവിക്കുന്ന സമൂഹങ്ങളെ കണ്ടെത്താൻ സാധിക്കും. അവരുടെ വേഷവിധാനങ്ങൾ, ആചാരങ്ങൾ, വിശ്വാസ പ്രമാണങ്ങളൊക്കെ നമ്മൾ ഞെട്ടലുണ്ടാക്കും. ഇപ്പോഴത്തെ വിവാഹവുമായി ബന്ധപ്പെട്ട ഒരു ഞെട്ടിക്കുന്ന ആചാരത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയ ചർച്ച ആരംഭിച്ചിരിക്കുകയാണ്. മലേഷ്യയിലെയും ഇന്തോനേഷ്യയിലെയും ബോർണിയോ മേഖലയിൽ അധിവസിക്കുന്ന തിഡോങ് ഗോത്ര സമൂഹത്തിനിടയിൽ പ്രചാരത്തിലുള്ള ഒരു ആചാരമാണ് ചർച്ചയാകുന്നത്. ഈ ഗോത്രത്തിൽ നിന്നും വിവാഹിതരാകുന്ന നവദമ്പതികൾ 3 ദിവസം ഒരു മുറിയിൽ കഴിയണം. ശുചിമുറിയിൽ പോകാൻ പോലും പാടില്ലെന്നാണ് ഇവരുടെ ആചാരം. തിഡോങ് എന്ന വാക്കിനർത്ഥം മലമുകളിൽ ജീവിക്കുന്നവർ എന്നാണ്. കൃഷിയാണ് ഈ ഗോത്ര ജനതയുടെ പ്രധാന ഉപജീവന മാർഗം. ഗോത്രത്തെ സംബന്ധിച്ച് വിവാഹം ഏറ്റവും പവിത്രമായ ഒരു ചടങ്ങായാണ് കണക്കാക്കുന്നത്. വിവാഹശേഷമുള്ള ആദ്യത്തെ 3 ദിവസം മലമൂത്ര വിസർജനം ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ അത് വിവാഹത്തിന്റെ പരിശുദ്ധിയെ ബാധിക്കുമെന്ന് ഇവർ കരുതുന്നു. അതോടെ വരനും വധുവും അശുദ്ധരായി തീരും. വിവാഹത്തിന്റെ പവിത്രത നിലനിർത്താൻ നവദമ്പതികൾ 3 ദിവസത്തേക്ക് ടോയ്ലറ്റ് ഉപയോഗിക്കുന്നതിന് ഗോത്രാചാരപ്രകാരം വിലക്കുണ്ട്. ഇനി അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അത് ദുശകുനമായി കണക്കാക്കുന്നു. ദമ്പതികൾ ഈ നിയമം പാലിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ കുടുംബാംഗങ്ങൾ കാവൽ നിൽക്കുന്നതും പതിവാണ്. ചില സാഹചര്യങ്ങളിൽ വരനെയും വധുവിനെയും ബന്ധുക്കൾ 3 ദിവസം മുറിയിൽ പൂട്ടിയിടാറുണ്ട്. ദുഷ്ടശക്തികളുടെ സ്വാധീനത്തിൽ നിന്ന് ദമ്പതികളെ സംരക്ഷിക്കുകയാണ് ഈ ആചാരത്തിന്റെ ലക്ഷ്യമെന്നും ഈ ഗോത്ര വിഭാഗം വിശ്വസിക്കുന്നു. ടോയ്ലറ്റുകളിൽ നെഗറ്റീവ് എനർജി കൂടുതലാണ്. വിവാഹത്തിന് ശേഷമുള്ള ആദ്യത്തെ 3 ദിവസം ഈ നെഗറ്റീവ് എനർജി വധുവിനെയും വരനെയും ബാധിക്കാനുള്ള സാധ്യതയും ഏറെ കൂടുതലാണ്. ഇത് ഇവരുടെ ബന്ധത്തെ മോശമായ രീതിയിൽ ബാധിക്കുമെന്നും ഗോത്രവിശ്വാസം അവകാശപ്പെടുന്നു. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.